ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഡിഷിൻ്റെ പേര് ജാപ്പൻ ചിക്കനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഗാർലിക്കിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ആദ്യം നമ്മളൊരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇവിടെ ഒരു ചിക്കൻ മുഴുവനും കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ബോൺലെസ്സും അതോടുകൂടി ബോണോട് കൂടിയ ചിക്കനാണ്. ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ചിലവർക്ക് ബോൺലെസ് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇനി ഞാൻ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അതിന് ശേഷം ഞാൻ ചിക്കൻ എല്ലാം കൂടി ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കടായി എടുത്ത് ഒരു ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗാർലിക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോണത് നല്ല ഫ്രഷ് മിൽക്കാണ്. ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടിയും ഗ്രേവി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ഞാൻ കുറച്ച് 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പറിൻ്റെ പൊടിയാണ്. കൂടെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ കൺസിസ്റ്റൻസിയാണ് വേണ്ടെങ്കിൽ പാല് അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് 1.5 ടേബിൾ സ്പൂൺ കാഷ്നട്ടിൻ്റെ പൗഡറാണ്. നമുക്ക് കാഷ്നട്ട് സാധാ നമ്മൾ വീട്ടിൽ തന്നെ ഒരു 10 to 15 അല്ലെങ്കിൽ ഒരു 10 to 20 കാഷ്നട്ട്സ് പൊടിച്ചെടുത്തിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 1.5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ചിക്കൻ ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ട് ഒരല്പം ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ just give this a try. Keep watching. Thank you.